guys, welcome back to VTalks. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് കൺവിൻസിംഗ് ചാലഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കൺവിൻസിംഗ് ചലഞ്ച് ആണ്. നമ്മുടെ ഒരു ബൗളിനകത്ത് കുറേ കോണ്ടന്റ്സും കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും. ആ കോണ്ടന്റ്സ് എന്താ ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പേനയാണ് പെൻസിലിനേക്കാൾ ബെറ്റർ എന്നൊരു സാധനം ഒരു ടോപ്പിക്കാണ് കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ അത് ബ്രോവിനെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യണം. ക്രൂ അത് കൺവിൻസ് ആയിട്ടുണ്ടെങ്കിൽ ബ്രോയ്ക്ക് ഒരു പോയിന്റ് കിട്ടും. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൺവിൻസ് ആയതാണോ അവർക്ക് ഒരു പോയിന്റ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാൻ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് തന്നെ മറക്കാം. സബ്സ്ക്രൈബ് ഗൈസ്, വി ആർ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ കോണ്ടന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത് ലോജിക്കലി ചിന്തിക്കാനായിട്ട് നിൽക്കില്ല. ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ കൺവിൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയാൻ പറ്റും അതെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഈ പുള്ളി ഒന്നും ചെയ്യരുത്, എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് ബ്രോയുടെ പെർഫോമൻസ് നമ്മൾ ആദ്യം തന്നെ കാണണ്ടേ. ബേർഡ്സ് ആർ ആക്ച്വലി ഗവൺമെന്റ് ഡ്രോൺസ്. ശരിയാണ്, ബ്രോ തന്നെ ആണോ? അത് ശരിയാണ്, ഗവൺമെന്റ് ഡ്രോൺ ആണ്. കാരണം ഈ പക്ഷികൾ എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും ഫസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ബോൺ ശരിക്കും മെറ്റൽ വെച്ചിട്ടാണ് മെറ്റൽ വെച്ചുണ്ടാക്കിക്കണേ. 100% പക്ഷികള് ഡ്രോണാന്ന് പറയുന്നത്. പക്ഷേ ഒരു 50-60% പക്ഷികൾ ഡ്രോണാണ്. കാരണം അവര് ആദ്യം അവരുടെ ചത്തുപോയ ഈ ഡ്രോൺ ഇതിനെടുക്കും. എന്നിട്ട് ചത്തുപോയ കിളി എടുത്തിട്ട് ഡൈസെക്ട് ചെയ്തിട്ട് അവർക്ക് തുറക്കൂല. ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് തുറക്കും. സർജറി ചെയ്തിട്ട് ഈ ചറുകുകളൊക്കെ മാറ്റിയിട്ട് ഓട്ടോമാറ്റിക് സാധനം കൊണ്ടുവയ്ക്കും. ഓട്ടോമാറ്റിക് ചിറകടിക്കണത്. പിന്നെ ഈ കണ്ണിന് പകരം അവരുടെ ക്യാമറ വയ്ക്കും. ഈ ബീക്കിന് പകരം അവർക്ക് ആവശ്യമുള്ള സാധനം എടുക്കാനുള്ള അതെന്താണെന്നറിയോ, അത് ഓർഗാനിക് ആണ്, നാച്ചുറൽ ഫീൽ വരാണ്. അതാണ് ഹൈലി മെക്കാനിസം. ഈ ഏലിയൻസിന് വരെ ബ്രോക്ക് ഏരിയ 51 എന്താണെന്ന് അതിനൊക്കെ മുമ്പേ ഏരിയ 51 ഉണ്ട്. നമ്മള് ഇടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ ചില കാക്കകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നോക്കി നിൽക്കുന്നുണ്ടാവും. അവർക്ക് ഫുഡ് വേണമെങ്കിൽ ഫുഡും വേണ്ട, അവർക്ക് വെറുതെ ഇങ്ങനെ നമ്മൾ നോക്കി അതെന്താ അത് അവർ വീക്ഷിച്ചോണ്ടിരിക്കണതാണ്. അത് ശരിക്കും ക്യാമറ ലെൻസ് ആണ്. ഞാനാണ് പറയണ്ടേ. ആക്ച്വലി ഇപ്പൊ ഒരു കയ്യബദ്ധം ബേഡ്സിനെ വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ചില സമയത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഭൂമി കുലുക്കോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം അല്ല അങ്ങനെ വല്ല സംഭവങ്ങൾ ശബ്ദം മാറും, ഇവരുടെ കലവരപ്പ് കൂടും. ഇവർക്ക് എങ്ങനെ സംസാരിക്കും? ഇവർക്ക് നേരത്തെ ദീക്ഷവീക്ഷണമുണ്ട്. അവർക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും. സുനാമി വരുവാണെങ്കിലും ഭൂമി ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇതെങ്ങനെ ഗവൺമെന്റിന്റെ ഒഫീഷ്യലിന്റെ അടുത്ത് എങ്ങനെ പറയുന്നത്? അത് ഗവൺമെന്റിന് ഇത് കാണുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും. ഇത് ഡ്രോൺ എന്തിനാണ്? നിരീക്ഷിക്കാൻ വേണ്ടിട്ടല്ലോ, ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ ഇത് ഗവൺമെന്റിന് നിരീക്ഷണമാവില്ലേ? പക്ഷിയുടെ കണ്ണിൽ കൂടെ എങ്ങനെയാണ് ഡ്രോൺ കാണാം? പക്ഷികളുടെ മറ്റേ ചിലപ്പ് മാറുമ്പോഴത്തേക്കും സൗണ്ട് മാറുമ്പോഴത്തേക്കും അത് അവർക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഈ കിളികൾ എന്ന് പറഞ്ഞാൽ തത്ത കിളികളുണ്ടല്ലോ, അവര് സംസാരിക്കും. ഈ സംസാരിക്കുന്ന തത്തയുണ്ട് അവിടെ. ഈ തത്തയൊക്കെ വന്ന് പറയും. തത്തയാണ് മെയിൻ ഗവൺമെന്റിന്റെ ഒരു കിളി എന്ന് പറയുന്ന തത്തയാണ്. തത്ത വന്നിട്ട് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. പൂച്ച വന്നിട്ട് ഇങ്ങനെ പറയും, ഇന്നടുത്ത് ഈ സംഭവം നടക്കുന്നുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ ഒന്ന് പറയും. നിങ്ങളുടെ ഗവൺമെന്റിന്റെ അടുത്ത് എങ്ങനെ പറയാ? തത്ത സംസാരിക്കൂലോ ഗവൺമെന്റ്. പിന്നെ എല്ലാം മക്കാവയുണ്ട്, അങ്ങനെയൊക്കെ വന്ന് സംസാരിക്കും. മനസ്സിലായോ? ഇത് ടോപ്പിക് അതല്ലല്ലോ.
ഞാൻ പറയട്ടെ കിളികളല്ല ആണ് എന്ന് വെച്ചാൽ എല്ലാ ഇൻഫോർമേഷൻ കൊണ്ട് കൊടുക്കുന്നത് തത്തയും സംസാരിക്കാൻ കഴിയുന്ന കിളികളും ഉണ്ട്. അപ്പൊ അവരാണ് കൊണ്ട് കൊടുക്കുന്നത്. ഇതെങ്ങനെ കൊണ്ടു കൊടുക്കും? സംസാരിക്കും, പറന്ന് വന്നിട്ട് ഗവൺമെന്റ് ഓഫീസേഴ്സിന് വന്നിട്ട് പറയും ഇന്ന പോലെ സംഭവം ഉണ്ടെന്നൊക്കെ വന്ന് പറയും. എവിടെയാണ് ഓഫീസിൽ പോയി പറയും. ഇത് ഏത് ഓഫീസ്? ഗവൺമെന്റ് ഓഫീസ്. ഗവൺമെന്റ് ഓഫീസ് പറഞ്ഞു ഇവിടെ അല്ല ഗവൺമെന്റ് ഓഫീസ്. ആരാ പറഞ്ഞത്? ഞാൻ പറയണേല് പിന്നെയും കാര്യമുണ്ട്. അങ്ങനെ ഡ്രോൺ ആക്കാൻ പറ്റും. ഡ്രോൺ എന്ന് പറയുന്നത് ഒരു റോബോട്ടാണ്. ആ റോബോട്ട് ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. വാമ്പേഴ്സ് സ്റ്റിൽ അലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കല്ല, നീ നിന്റെ കാര്യം ഞാൻ പറയാം. വാമ്പേഴ്സ് ആർ സ്റ്റിൽ അലൈവ്. അതെങ്ങനെ ഞാൻ പറയാം. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും. പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ വാമ്പേഴ്സിൽ വരുന്നത്. പോസിറ്റീവ് എന്താ? പോസിറ്റീവ് എന്ന് വെച്ചാൽ സോള്. നമ്മളിപ്പോ ജീവനുള്ളത് ജീവനില്ലാത്തതിനാണ് ജീവനില്ലാത്ത സോളിന്. ജീവനില്ലാത്ത എങ്ങനെ പറയുന്നത് വാമ്പേഴ്സ് അല്ലല്ല. വാമ്പയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യന്റെ രൂപത്തിൽ അങ്ങനെയാണ്. അത് വാമ്പയർ അല്ല, അത് മറ്റേ ഈ സാധനം മറ്റേ സോംബീസ് ആണ്. വാമ്പയർ ആണ്. വാമ്പയർ നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അത് പ്രേതങ്ങളും ബ്രോക്ക് അറിയാവോ? ബ്രോ കാണാനൊക്കെ പറ്റുമോ? എങ്ങനെ വാമ്പയറെ കാണാൻ പറ്റില്ല? അത് ലോസ്റ്റഡ് സോൾ ആണ്. ബോഡിയിൽ നിന്ന് പോയി കാണാൻ പറ്റുന്നത് ഗോസ്റ്റിനെയാണ് കാണാൻ പറ്റാത്തത്. വാമ്പേഴ്സും ഗോസ്റ്റിന്റെ ഒരു ഡ്രാക്കുള, പിന്നെ ഈ ഡ്രാക്കുള പോലെ തന്നെ മറ്റേ ഗന്ധർവൻ ഉപദ്രവിക്കത്തില്ല. വാമ്പേർ ചോര കുടിക്കും. വാമ്പേർ വാമ്പേറുണ്ട്. എങ്ങനെ അങ്ങനെ പറഞ്ഞാ മതിയാ? ഉണ്ടെന്ന് പറഞ്ഞാൽ ന്യൂസ് വന്നായിരുന്നു വാമ്പയർ ഉണ്ട് അങ്ങനെയൊക്കെ പറയാം. നമ്മുടെ കൂടെ അങ്ങനെ ന്യൂസിൽ പറയുന്നൊക്കെ എല്ലാം വിശ്വസിക്കാൻ പാടോ? ന്യൂസിൽ പറയുന്ന കള്ളത്തിലാവോ? സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുണ്ട്. സയൻസും വാമ്പയറും തമ്മിൽ പേരാ. എന്നിട്ട് പറഞ്ഞിട്ട് പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാര് ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. എന്നിട്ട് ഇതൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ചിലപ്പോ നമ്മുടെ കൂടെ ഇരിപ്പാണ്, നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സാധിക്കില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അത് കാണാൻ സാധിക്കത്തില്ല, അതാ മനസ്സിലാവും. പിന്നെ എങ്ങനെ എല്ലാവരും കാണാൻ പാടില്ല. പിന്നെ എങ്ങനെ ന്യൂസ് വരാം? കാണാൻ പറ്റത്തില്ല. പിന്നെ ന്യൂസ് മെഷീനുണ്ട്. അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, കാണാൻ പറ്റും. ക്യാമറകളിൽ കാണാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. മനസ്സിലായോ? വാമ്പയറിന്റെ ഈ ഗോസ്റ്റുകളുടെ മേലാണ് വാമ്പയർ രാജാവാണ്. മനസ്സിലായോ? അക്കൗണ്ട് സംഭവം ഒരു പെൺ വാമ്പയർ എന്റെ അടുത്ത് സമീപിച്ചായിരുന്നു. ആ വാമ്പയർ ഉണ്ടല്ലോ ഒരുപാട് വർഷം ജീവിച്ചിട്ടുണ്ട്. അവൾക്ക് വയസ്സ് 1200 വയസ്സ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ 25 വയസ്സ് വന്നിട്ടുള്ളൂ. അവളെ അടുത്ത് പറയാം ഞാൻ കടിക്കട്ടെ, ഞാൻ കൊണ്ടുപോകുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊന്നും ചെയ്യില്ല, ഞാനൊരു ഞാൻ ചാവാറാവണൊക്കെ മുമ്പ് ഞാൻ വരാന്ന് പറഞ്ഞു. അതാകുമ്പോ പിന്നെ 2000 വർഷം ജീവിക്കുള്ളൂ. സത്യം കുറച്ച് വിടല് കൂടിയണല്ലേ അപ്പൂപ്പനായിട്ട് വന്നിട്ട് ഒരു എന്നെ കടിക്കുമ്പോണ്ടല്ലോ ഞാൻ തിരിച്ച് 25 വയസ്സാവും പറഞ്ഞു എന്റെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പിങ്കി പ്രോമിസ്. സത്യം 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 എനിക്ക് പിങ്കി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവള് വരും, അവൾക്ക് കുടുംബം. ഞാൻ പറഞ്ഞേ വാമ്പയർ പെണ്ണല്ലല്ലോ, ആണല്ലേ? വാമ്പയർ ബ്രോ പറഞ്ഞു പെണ്ണ് വന്നെന്ന്. ഈ വാമ്പയർ എങ്ങനെ പെണ്ണാണ്? ബ്രോ കള്ളത്തര പറയുന്നേ. കള്ളത്തര പറയുന്നത് പൊളിഞ്ഞ് കൊണ്ടുപോയി. വാമ്പയർ ആണും പെണ്ണുല്ലേ? ഇല്ല ഇല്ല ഇല്ല, അതിനുള്ള പ്രോബ്ലം ഇല്ല.
Please announce the official, please. ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞു. ബ്രോ ഒരു പെണ്ണ് വന്നിട്ട് ബ്രോനെ കടിച്ചോട്ടെ കൊണ്ടുപോയി vampire എന്നെ കണ്ടിട്ട് attraction ആയി ഞാൻ ബ്രോയ്ക്ക് 500 രൂപ തരാന്ന് പറഞ്ഞ് പെണ്ണ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ vampire ആണെന്ന് കാണിച്ചത് അവൾ ഇങ്ങനെ കാണിച്ചു. പിന്നെ പൈസ തന്നിട്ടല്ലേ വാമ്പയർ കൊണ്ടുപോകുന്നത് പൈസ തന്നിട്ടില്ല. തന്നില്ല ഇതൊരു തന്നില്ലേ നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. ഇതൊക്കെ എങ്ങനെയാ പോയിന്റ് ഇറക്കാന്ന് പറ. ഞാൻ പ്രേതം സോങ് ഡൈനോസർ ഉണ്ടായിരുന്നു അപ്പൊ ഇല്ല. ഉണ്ടായിരുന്നു അപ്പൊ തന്നെ പോയി പത്തിൽ തന്നെ കയ്യിൽ നിന്ന് പോയി ഉണ്ടായിരുന്നു വലിയ ഡൈനോസർ ഇപ്പോഴും ഉണ്ട് മനസ്സിലായോ ഇപ്പോഴും ഉണ്ടെന്ന് അതിന്റെ ഞാനൊരു കാര്യം പറയട്ടെ? ജിറാഫ് ഡൈനോസർ പണ്ടുണ്ടായിരുന്നു ഡൈനോസറാ. ഈ തീ തുപ്പണ ഡൈനോസറാണ് അല്ല പിന്നെ വേറെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വലിയ ഇതൊക്കെ ഉള്ള ഡൈനോസർ തീ തുപ്പോ ചില ഡൈനോസേഴ്സ് ഹിപ്പോപ്പൊട്ടാമസും മറ്റേ ഇതൊക്കെ പണ്ടത്തെ ഇപ്പോഴും ഉണ്ട് സ്റ്റില്ലായിട്ടുണ്ട് ആ ഒരു ഡിനോസറിന്റെ കാലഘട്ടത്തിൽ അതിന്റെ കാലഘട്ടത്തിൽ തന്നെ അതുണ്ട്. ഡൈനോസർ മാത്രമേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ളത് ഇപ്പോഴും ഉണ്ട്. അതുണ്ട്. ഡൈനോസർ ഉണ്ട്. അതെങ്ങനെയാ? മണ്ണിന്റെ അടിയിലാ. ഓക്കെ സമ്മതിച്ച് മണ്ണിന്റെ അടിയിലാണ്. സ്റ്റില്ല ലൈവ് എന്ന് പറഞ്ഞപ്പോ മണ്ണിന്റെ അടിയിലാണ്. ലാസ്റ്റ് സാധനം അടിച്ചു മണ്ണിന്റെ അടിയിൽ. എനിക്ക് കൺവിൻസ് ചെയ്യാൻ അറിയത്തില്ല അതാണ്. അയ്യടാ സത്യം എന്താ ഡൈനോസർ ശരിക്കും ഉണ്ട്. അതൊരു സെനാൻഡ്രസ് അല്ല, അതൊരു ഐലൻഡിൽ മാത്രമാണ്. കാരണം അതിപ്പോ വളരെ അപകടമായിട്ട് വന്ന കാരണമുണ്ട്. ഈ ടീറക്സ് ഒക്കെ ഭയങ്കര എന്താ പറഞ്ഞ സെനാൻഡ്രമി എന്താ പറഞ്ഞ അവര് അതൊരു സയന്റിഫിക് ആയിട്ട് അവർക്ക് പറ്റി പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വേറെ ദ്വീപിലാണ്. തീത്ത് പണതുണ്ട്, വലിയ കഴുത്തുള്ളതുണ്ട്, പിന്നെ പറക്കാൻ പറഞ്ഞ ഡൈനോസർ ഉണ്ട്, പിന്നെ ടീറക്സ് ഡോൾഫിൻ പോലത്തെ ഡൈനോസർ ഉണ്ട്. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു നമുക്ക് അവിടെ എൻട്രി ഇല്ല. കാരണം എന്താ അവർ നമ്മളെ കൊല്ലും. കാരണം അവരുടെ ഈ നഖത്തിന്റെ അത്ര ഉള്ള നമ്മുടെ ഇത്രയൊക്കെ ഉണ്ടാവും അവരുടെ നഖം. അവരിങ്ങനെ വന്ന് ഇങ്ങനെ ആക്രമിക്കും, നീ പോവും. പിന്നെ ചിലവർ ഇങ്ങനെ പിടിച്ചിടും. പിന്നെ അവിടെ തന്നെ പക്ഷെ മെയിൻ ആയിട്ട് അവിടെ രാജ്യം പറഞ്ഞത് ആഫ്രിക്ക ഒരു ഒറ്റപ്പെട്ട ഐലൻഡാ. അതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 കോടി ഏക്കർ ഉണ്ടാവും തോന്നുന്നുണ്ട്. അത്രയും വലിയ സംഭവം. പിന്നെ ഡീപ്പ് പിന്നെ ഈ സർക്കാരിന്റെ വക എല്ലാ രാജ്യത്തിനും ഇത്ര എമൗണ്ട് വെച്ച് മാസം കൊടുക്കുന്നുണ്ട്. ആ ഫുഡ് ഡൈനോസറിന്റെ ഫുഡ് ഡൈനോസറിന്റെ എത്ര അറിയോ? ഒരു ദിവസം 1000 ആട് 1000 പശുവൊക്കെ വേണം അവർക്ക് കഴിക്കാനായിട്ട്. നമ്മളെ പിടിച്ച് കഴിക്കും. ഈ ഡിനോസർ കഴിക്കുന്ന പുല്ല. ഏത് ഡിനോസറാ പുല്ല് കഴിക്കുന്നത്? ഞാൻ കണ്ടേക്കുന്ന ഡിനോസർ എല്ലാം പുല്ല കഴിച്ചല്ലേ. ഏത് ഡിനോസർ എന്ന് പറയാം. പുല്ല് കഴിക്കണ ഡൈനോസർ എന്ന് പറയാം. ഡൈനോസർ ഹെർബിവോറസ് അല്ല, മനസ്സിലായോ? നീ പറ. ഞാൻ കാര്യം പറയട്ടെ, ഈ ഡൈനോസർ എന്ത് ചെയ്യുന്നതാണ്? ഡൈനോസറിന്റെ ആദ്യത്തെ പരിണാമം എന്തായിരുന്നു അറിയാമോ? അങ്ങോട്ട് ആദ്യമേ ആദ്യത്തെ പരിണാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പല്ലിന്നായിരുന്നു. പല്ലി അതിപ്പോഴുണ്ട്. അപ്പൊ ഈ പല്ലികളൊക്കെ ഞാൻ പറഞ്ഞേക്കാം, പല്ലിന്നാണ് പരിണമിച്ച് ഈ ഡൈനോസർ ആയി മാറിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഡൈനോസർ നശിച്ചു പോയെന്ന് പറയണല്ലേ? പല്ലി നശിച്ചു പോണ്ടതല്ലേ? നശിച്ചു പോയിട്ടില്ല. പല്ലി സ്റ്റില്ലുണ്ട്. പല്ലി വലുതായിട്ട് ഡൈനോസർ ആയില്ലേ? പിന്നെ പല്ലി പരിണമിച്ച് പല്ലി പരിണമിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ വീണ്ടും പല്ലിനെ നമ്മൾ ഡൈനോസർ ആയി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴും ഇഷ്ടംപോലെ ഐലൻഡുകളിൽ ഇപ്പോഴും ഡൈനോസേഴ്സ് ഉണ്ട്. കാരണം ഈ പല്ലി സ്റ്റിൽ അലൈവ് ആണ്. ഇവിടെ ഒന്നും ഡൈനോസർ വളരത്തില്ല. ഇവിടുത്തെ കാലാവസ്ഥ അവിടെ പറ്റത്തില്ല. ഐലൻഡിൽ ശരിക്കും ഇവിടെ കേരളത്തിൽ ഡൈനോസർ ഉണ്ടായിരുന്നു മുമ്പ്. ഇല്ല, കേരളത്തിൽ ഡൈനോസർ ഇല്ല. നമ്മുടെ രാജ്യങ്ങളിലൊന്നും ഡൈനോസർ ഇല്ല. ആഫ്രിക്കൻ ഐലൻഡുകളിൽ മാത്രമേ ഡൈനോസേഴ്സ് അവിടുത്തെ കാലാവസ്ഥ മാത്രമേ അവർക്ക് പറ്റത്തുള്ളൂ. ഇപ്പോഴും അവർ അവിടെ സ്റ്റിൽ അലൈവ് ഉണ്ട്. കാരണം പല്ലി സ്റ്റിൽ അലൈവ് ആണ്. കാരണം പല്ലി ഡൈനോസറിന്റെ പരിണാമമായിരുന്നു. ശരി, ഒരു കാര്യം പരിണാമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിണാമിച്ച വസ്തു ഉണ്ടാവില്ല. പല്ലി പരിണമിച്ച് ഡൈനോസർ ഉണ്ടായി. അപ്പൊ ഇനിയും ഡൈനോസേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം പല്ലി ഇതുവരെ. ശരി, ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു? ഇത് അങ്ങനെയാണെങ്കിൽ ഡൈനോസർ പരിണമിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഭൂമി പിളർന്നു മഴ എറിഞ്ഞിട്ട്. അപ്പൊ അതിനകത്തൂടെ ഈ മഴ വരുന്ന സമയത്തൊക്കെ ഡൈനോസർ സ്റ്റിൽ അലൈവാ.
അതാ പറഞ്ഞേ പിന്നെ എന്തിനാ മണ്ണി അപ്പൊ താഴോട്ടൊരു ആണും പെണ്ണുവാ പോയെ. ഒരു ആൺ ഡൈനോസറും ഒരു പെൺ ഡൈനോസറും. കൊഞ്ചം കുടിക്കും കൊഞ്ചം കുടിക്കണം. അവിടെ കിടന്ന് അവര് അത് മണ്ണിന്റെ അടിയിലല്ലോ, ഭൂമി വളർന്നിടത്ത് സ്പേസ് ആയിരിക്കില്ലേ? പേരില്ല, അവർ പേരില്ല, അവർ മുട്ടയിടുന്നില്ല. അവിടെ പോയി മുട്ടയിട്ട് അവിടെ കുഞ്ഞുങ്ങൾ. അപ്പൊ ഇപ്പോഴും ഉണ്ട് ഭൂമിക്കടിയില്. കാരണം തീ ഒന്നും പ്രശ്നമില്ലാത്ത ഡൈനോസേഴ്സ് ഉണ്ട്. അപ്പൊ ഇപ്പോഴും ലാവയിൽ ഇങ്ങനെ കുത്തി അതിന് മണ്ണിന്റെ അടിയിൽ ലാവ അവർക്ക് വെള്ളം പോലെ ആയിരിക്കില്ല. അല്ല, മണ്ണിന്റെ അടിയിൽ ആവയാണോ? മണ്ണിന്റെ അടിയിൽ ആവയാണോ? കൺവിൻസിങ് സ്റ്റാർ. ഇപ്പൊ എന്റെ പേര് തലയിൽ അവര് കൺവിൻസിങ് സ്റ്റാർ എന്നുള്ള സാധനം. അസ്ട്രോണറ്റ്സ് ഡിഡിന്റ് ലാൻഡഡ് ഓൺ മൂൺ. മൂണിലെ അസ്ട്രോണറ്റ് കാല് കുത്തിയിട്ടില്ല. കാരണം അതൊക്കെ ഒരുപാട് ഫേക്ക് ആണ്. കാരണം ഇപ്പത്തെ അസ്ട്രോണറ്റ്, ഫസ്റ്റ് അസ്ട്രോണറ്റ് എന്ന് പറഞ്ഞ നീൽ ആംസ്ട്രോങ്. അപ്പൊ ആളുടെ അടുത്ത് ഈ അടുത്ത ആള് വയസ്സായി, ഭയങ്കര വയസ്സായി. അന്നത്തെ നമ്മൾ മരിച്ചു പോയിട്ടില്ല. അമേരിക്കൻ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മരിച്ചില്ല. അപ്പൊ ചോദിച്ചു നിങ്ങൾ ശരിക്കും മൂണിൽ ലാൻഡ് ചെയ്തു. അപ്പൊ ആളും മറുപടി പറഞ്ഞില്ല. അതിന്റെ ഇപ്പോഴും വൈറലായിട്ടാണ് ആ സംഭവം സോഷ്യൽ മീഡിയ കിടക്കുന്നത്. കാരണം എന്താണെന്ന് അവർ പറഞ്ഞു ഞാൻ ഇതുവരെ ലാൻഡ് ചെയ്തിട്ടില്ല. ആ ക്വസ്റ്റ്യൻ ആൾ സ്കിപ്പ് ചെയ്തു. കാരണം അന്ന് ചെറുപ്പത്തിൽ അവരങ്ങനെ ചെയ്തു. ഞാൻ കണ്ടതാ. എന്നാന്നറിയില്ല, ഒരു 2 months ആയിട്ടുണ്ടോ. അപ്പൊ അവർ പറയുന്നത് ആൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കല്ല, ആൾക്ക് പ്രായമായി. അപ്പൊ ആ ഒരു ഇതിൽ, കാരണം ഇത്ര നാളെ പറ്റിച്ചു വേൾഡിനെ. നമ്മൾ കയറി മുകളിൽ കയറി പക്ഷെ ശരിക്കും അല്ല. ദാറ്റ്സ് റോങ്, ദാറ്റ്സ് ഫോൾസ് ഇൻഫർമേഷൻ. ലോകം അത് നമ്മൾ 3 വരെ കീഴടക്കാനായി എന്ന് നമ്മൾ ബാക്കിയുള്ള മനുഷ്യരെ നമ്മൾ പറ്റിക്കുകയായിരുന്നു. ശരിക്കും നമ്മൾ അത്ര എത്തിയിട്ടില്ല. മേ ബി അതൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു സ്യൂട്ട് ഇട്ടിട്ട് ഒരിക്കലും ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ടെക്നോളജീസ് ആയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് മൂന്നിൽ ഒരിക്കലും നമ്മൾ ലാൻഡ് ചെയ്തിട്ടില്ല. നീൽ ആംസ്ട്രോങ് തന്നെ അങ്ങനെ നീൽ ആംസ്ട്രോങ് പറഞ്ഞോളൂ ഞാൻ ലാൻഡ് ചെയ്തു. പക്ഷെ നീൽ ആംസ്ട്രോങ് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? കാരണം ആൾക്കറിയാം അത് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. നീലാംസ്ട്രോങ് മരിച്ചതാണ്. ആണോ? 2020 ഫുട്ടേജ് ഞാൻ ഇപ്പോഴാണ്. ഇയാളോട് ഞാൻ കറക്റ്റ് ആയിട്ട് ചോദിച്ചു മരിച്ചില്ല. അപ്പൊ മരിച്ചില്ലാണ് ഞാൻ പറഞ്ഞു. 2014 നീലാംസ്ട്രോങ് മരിച്ചു ബ്രോ. എന്തോ ചെയ്യും ബ്രോ ഇനി? 2020 അവൻ 2020 ആരായിരുന്നു? പോയി കഴിയുന്നു. മൂണില് ആസ്ട്രോണറ്റ്സ് ഇറങ്ങിയിട്ടില്ല എന്നുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഓൾറെഡി ഈ സാധനം മൂണിന്റെ പോലത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അവരെ കാലുത്തുന്ന പോലെ. അത് ഫേക്ക് വീഡിയോ ആണെന്നുള്ള സാധനം എല്ലാം അവരുടെ ഒഫീഷ്യൽ ആയിട്ടൊരു സാധനം ലീക്കേജ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവരാണെങ്കിൽ അത് ഫിക്സ് മറ്റേ ഈ ഏരിയയും കാര്യങ്ങളെല്ലാം മറ്റേ ഗ്രീൻ സ്ക്രീനും കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ട്. ഗ്രീൻ സ്ക്രീൻ ഇല്ല അന്നല്ല, എന്നാ ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ പണ്ട് ആര് പറഞ്ഞു ഗ്രീൻ സ്ക്രീൻ പിള്ളേരെയൊക്കെ ബുക്കിൽ പഠിപ്പിക്കുന്നതൊക്കെ തെറ്റാണോ ഞാൻ പറയുന്നത്? അല്ല, അവര് സെറ്റ് ഇട്ടാണ്. ഞാൻ ഒരു കാര്യം അപ്പൊ ഇതിങ്ങനെ പൊന്തി പോണതില്ല, നമ്മുടെ റോക്കറ്റ് പൊന്തി പോണത് അതൊക്കെ ബ്രോ എല്ലാം തെറ്റിട്ടതാണ്. അവരെ പൊന്തി പോണതൊന്നും അല്ല അല്ല അവര് കാണിച്ചേക്കുന്നത്. അവിടുന്ന് അവർ കാല് കുത്തുന്നതിന്റെ ഒരു വീഡിയോ ആണ് അവർ കാണിച്ചിട്ടുള്ളത്. അവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇച്ചിരി പറന്ന് നടക്കുന്ന ഒരു വീഡിയോ ആണ് അവർ കാണിച്ചിട്ടുള്ളത്. അവിടെ എങ്ങനെയാണ് പറന്ന് നടക്കുന്നത്? എങ്ങനെ അവർ സെറ്റിട്ട് കാണിക്കാൻ പറ്റും? അതിപ്പോ അതെല്ലാം വീഡിയോയിൽ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് അത്ര ടെക്നോളജി ആയിട്ടില്ല. ഇപ്പോഴൊക്കെയാണ് ആര് പറഞ്ഞ ടെക്നോളജി? അത് എവിടെയായിരുന്നു നടന്നത്? അത് അമേരിക്ക ഇന്ത്യനെക്കാളും ടെക്നോളജി ബേസിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഏത് വർഷമാണ് കാല് കുത്തിയത്? ഏത് വർഷമാണെന്ന് ഞാൻ എനിക്ക് ഏത് വർഷമാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. അതെന്തിനാ അപ്പോഴേ അത്രയും ഇതായിട്ടില്ല ബ്രോ പറയാ. ഏത് കൊല്ലായിരുന്നു പറ ബ്രോ. ബ്രോക്കറിയില്ല. അപ്പൊ പിന്നെ ഏത് കൊല്ലം ടെക്നോളജി ആയാലും ബ്രോ പറയുന്നില്ല. അങ്ങനെ എന്താണ് ബ്രോ ഇത്? സത്യം പറഞ്ഞാൽ മൂണില് കാല് കുത്തിയിട്ടില്ല. ഓക്കെ, വിശ്വസിച്ചു. Okay, bye. Yes, convinced bro. Convinced. Bara. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ല പറയണ്ടേ, നിങ്ങൾ വേറെ അല്ലല്ല, അതൊരു പോയിന്റ് ആണ് ബ്രോ. അവിടെ മൂണിന്റെ തെർമോകോൾ വെച്ചുണ്ടാക്കിയ ഒരു എന്നുവെച്ചാൽ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ. അങ്ങനെയാണ് തെർമോകോൾ ചവിട്ടുമ്പോ ഇല്ല വെയിറ്റ് ഉള്ളതാ. വെയിറ്റ് ഉള്ള തെർമോകോൾ ഇല്ല. എന്ത് പറയാ,
ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ബ്രോ എങ്ങനെയാന്ന് ശരി ഇത് എങ്ങനെ ബാഹുബലിക്കകത്ത് ഇങ്ങനെ വലിഞ്ഞു ചേർത്ത് പിടിച്ചു ബാഹുബലി എടുത്ത കാലം വേറെ ഈ കാലം വേറെ. അതാ പറഞ്ഞേ അന്ന് ടെക്നോളജി ഒക്കെ ഉണ്ട്. തെർമോക്കോളാണോ ടെക്നോളജി? അവിടെ VFX-ന്റെ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി അവിടെ നടന്നിട്ടാണ്. പിന്നെ ബ്രോ പറഞ്ഞാലും ആര് പറഞ്ഞാലും പോയിന്റ് ആയിരിക്കണം. സത്യം എവിടെയും വെളിപ്പെടുത്തണം. മനസ്സിലായോ? കോപ്പി അടി അല്ല ബ്രോ. ബ്രോയെ കോപ്പി അടിച്ചില്ല. അവരുടെ വീഡിയോ ബ്രോ ഞാൻ പറഞ്ഞ കോപ്പി അല്ല ഞാൻ പറഞ്ഞു കാരണം അതൊരു ഫേക്ക് ആയിരുന്നു. മനസ്സിലായോ? അത് മനസ്സിലായില്ല. ടൈം ഔട്ട്. ഒന്നായിട്ടൊന്നും ഇല്ല പറയാനായിട്ട്. തറവാക്കോളി ഞാൻ കേട്ടു, പിന്നെ ഞാൻ കേട്ടില്ല. ഇല്ല ഗൈസ്, അപ്പൊ ഈ കളി കിട്ടിയത് ജക്ടർ മൈമിക്കായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാ നമ്മള് മനുഷ്യൻ നിൽക്കുന്ന പറഞ്ഞ ഒരു ആത്മാവിന് നമ്മുടെ ഹ്യൂമൻ. മനസ്സിലായി? ജീവൻ എന്ന് പറയുന്ന ആത്മാവാണ്. അത് മരിച്ചു കഴിഞ്ഞാൽ എങ്ങും പോകത്തില്ല. നമ്മുടെ ശരീരമേ പോകത്തുള്ളൂ. നമ്മുടെ ഓർമ്മകളും എല്ലാം ഒരു ആത്മാവായിട്ട് നമ്മുടെ കൂടെ കാണും. ഇപ്പം നമ്മുടെ മരിച്ച ആളുടെ കൂടെയോ അതോ വേറെ ആളുടെയും കൂടെയോ? മരിച്ച വേറെ ആള് വേണേ കയറാൻ പറ്റും. ഗോസ്റ്റ് ആണ്. ബ്രോയുടെ ഒരു ഗോസ്റ്റ് ഉണ്ട്. മനസ്സിലായി? ബ്രോ ഒരു ഗോസ്റ്റാ അല്ല ആണ് അല്ല ബ്രോ ഒരു ഗോസ്റ്റ് ആണ് അല്ല ബ്രോ പെട്ടെന്ന് ബോധം ഇല്ലാതാകുമ്പോ ഗോസ്റ്റ് ഉണ്ടെന്ന് സർട്ടിഫിക്കറ്റ് തെളിയിച്ചിട്ടുണ്ട്. സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ പറ്റണം. എന്തുമാത്രം വീഡിയോസ് കിടപ്പുണ്ട്. ഓരോ മെഷീൻസ് വീഡിയോസ് ഒക്കെ നമുക്ക് മേക്ക് ചെയ്യാന്നുള്ളൂ. ഇപ്പൊ ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മേക്ക് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ ഒരു പ്രേതത്തിനെ കൊണ്ട് ബ്രോ റോജോ ബോർഡ് കളിച്ചിട്ടുണ്ടോ? റോജോ ബോർഡ് അല്ല, ഓജോ ബോർഡ് കളിച്ചിട്ടുണ്ട്. അത് കളിച്ചിട്ടുണ്ടോ? കളിക്കാനായിട്ട് വരുന്നുണ്ട്. പ്രേതം വരുന്നുണ്ട്, സംസാരിക്കുന്നത് അതൊക്കെ തമാശ പറയുന്നത്. കാരണം ഈ ജപ്പം ഇവിടെ തൊട്ടടുത്തുള്ള ബ്രോ പ്രേതമുണ്ട്. ഇങ്ങനെ പ്രേതം ഉണ്ടെന്ന് മാത്രം പറഞ്ഞോണ്ടിരുന്നാ പോരാ, കൺവിൻസ് ചെയ്യാനുള്ള കാര്യം പറയണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസിഡന്റ് ആണ് പറയുന്നത്. ഞങ്ങൾക്ക് ചെറുപ്പത്തിലുണ്ടായ ഒരു ഞാൻ ചെറുപ്പത്തിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു വീട്ടിൽ കളിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് അവിടെ ഉണ്ടാവും. വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാര്യങ്ങൾ വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ അവിടെ ഒളിച്ച കളിക്കണത്. അപ്പൊ എന്റെ അടുത്ത് ഒളിക്കാൻ പറഞ്ഞു. അല്ല, ഞങ്ങൾ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ കളിക്കായിരുന്നു. അപ്പൊ അവിടെ നമുക്കൊരു ചേട്ടനുണ്ട്, കാന്തൻ ചേട്ടൻ. കാന്തൻ ആളുടെ പേര് എന്തോ കൃഷ്ണദാസൻ കാണാണ്. ഞങ്ങൾ കാന്തൻ ചേട്ടൻ വിളിക്കുക. അപ്പൊ കാന്തൻ ചേട്ടൻ എന്റെ അടുത്ത് ഒളിക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവരവിടെ ഇരുന്നിട്ട് ഒളിച്ചു. അപ്പൊ എന്നെ കണ്ടുപിടിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ അടുത്ത് കാന്തൻ ചേട്ടൻ ഒളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അല്ലല്ല, ആളപ്പുറത്തായിരുന്നു. അപ്പൊ ആളെ ഞാൻ കണ്ടു. അപ്പൊ ആളെ വിളിച്ചിട്ട് എങ്ങനെ ഒളിക്കില്ല പറഞ്ഞു. അപ്പൊ ആള് വന്നിട്ട് ഇങ്ങനെ കാണിച്ച് കാന്തൻ വന്നിട്ട് ഇങ്ങനെ ആള് പോയി. അല്ല, ആള് വന്നിട്ട് പോയി. ഞാൻ ആകെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ആള് ഇവിടെ കണ്ട. ഞാൻ തിരിച്ചവിടെ നോക്കിയപ്പോ അവിടെ കാന്തൻ ചേട്ടൻ. സീരിയസ് ആയിട്ട് അവിടെ കാന്തൻ ചേട്ടൻ നിൽക്കണേ. ഇവിടെ ആരും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഏതെവിടെയാ? അവിടെ കാന്തൻ ചേട്ടൻ ഇവിടെ വിളിച്ചോണ്ട് പറയട്ടെ. കാന്തൻ ഞാൻ ഇവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കി. അതെന്റെ വീണ്ടും പണിയുള്ള ചേട്ടാൻ പറയാം. ആ വല്യമ്മ പറയാം, നിങ്ങൾ അവിടെ കളിക്കാൻ പോയത് അത് പണി നിർത്തേക്കണ വീടല്ലേ. അല്ലല്ല, നമുക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും അനുഭവം പറയാം. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇതറിയാവോ, മറ്റേ നേര്യമംഗലം കാടറിയാവോ? നേര്യമംഗലം കാടറിയത്തില്ലേ? നേര്യമംഗലത്ത് നേര്യമംഗലം വലിയ കാടാണ്. ആ വനത്തിനകത്ത് ഒരു കൊട്ടാരം മാത്രമുണ്ട്. ഒരു വീട് മാത്രം ഒഴിഞ്ഞിറങ്ങുന്ന വീടാ. അതെന്തുകൊണ്ടോ കിടക്കണം അറിയാം. കാരണം അവിടെ മൊത്തം ചുറ്റും ആൾക്കാരില്ലല്ലോ, കാലത്ത് കാടല്ല. അപ്പൊ അവിടെ ഓക്കെ, ആ വീട്ടിനകത്താണെങ്കിൽ ആര് പോയി താമസിച്ചാലും അവര് പിറ്റേ ദിവസം നമ്മൾ എനിക്കുന്ന അവിടെ ഒരു കാലിത്തോട്
ഇതാ നേരെ അറിയാൻ CBI കഥയല്ലേ അല്ലേ? അതിൽ തന്നെ മമ്മൂട്ടി പറയേണ്ടത് ഒരു ഇല്യൂഷൻ ആണെന്ന് നിനക്ക് ഇത് അവിടെ അതിന്റെ അകത്ത് ആര് പോയി കിടന്നിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം രാത്രി ഉണ്ടല്ലോ അതുവഴി ഒറ്റയ്ക്ക് ആർക്കും പോകാൻ പോലും പറ്റില്ല. സെയിം തന്നെയാണ് നേരെ സിബിയിലുള്ളത്. കാരണം അത് മറ്റേതില്ലേ മറ്റേ നമ്മുടെ കൊട്ടാരത്തിൽ വീട് ബംഗ്ലാവാണ്. അവിടെ തൊഴുത്തൊരു പശു തൊഴുത്തുണ്ട്. ബംഗ്ലാവിലൊന്നും പണ്ടത്തെ മറ്റേ കൊട്ടാരങ്ങളിലൊക്കെ തൊഴുത്തുണ്ട് എല്ലായിടത്തും. പിന്നെ രാജാവിന്റെ കൊട്ടാരം ബംഗ്ലാവ് പറയുന്നത് മറ്റാൾക്കാരാ. ഏത് വെസ്റ്റേൺ അവരെ ആൾക്കാർ പട്ടാളക്കാര് അല്ല ബംഗ്ലാവ് ഇംഗ്ലീഷുകാരനാണ്. ഞാൻ എന്നെ പുള്ളി പറയത്തന്നെ അറിയോ, എനിക്ക് ആ ബംഗ്ലാവ് വരുന്നില്ലായിരുന്നു. എന്താ പറയാ, നമ്മൾ രണ്ടുപേരും പറഞ്ഞ കഥയാണ്. പുള്ളി ഇച്ചിരി കൂടെ ഇതായിട്ട് പറഞ്ഞു. ഏലിയൻസ് ആർ ഓൾറെഡി ഇൻ എർത്ത്. ഏലിയൻസ് എർത്തില അല്ല, ഏലിയൻസ് അല്ല, മനുഷ്യരുള്ളത് എർത്തിലാണ്. അതേപോലെ ഏലിയൻസിനും വേറൊരു കൺട്രീസ് ഉണ്ട്. അപ്പോൾ ആ കൺട്രീസിൽ ഇതുവരെ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഏലിയൻസിന്റെ ഭാവങ്ങളും കാര്യങ്ങളും എല്ലാം ഇന്ത്യയിലല്ല, നമ്മുടെ എർത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് എന്ന് വെച്ചാൽ ഭൂമിയുടെ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന എല്ലാ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഓൾറെഡി റെക്കോർഡിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് അമേരിക്കയിലാണെന്ന് തോന്നുന്നുണ്ട്. അമേരിക്കയിൽ മറ്റേ ആ സ്പേസ് ഷിപ്പിന്റെ രൂപത്തിലുള്ള സാധനം സാറ്റലൈറ്റ് വഴി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. 230 കൊല്ലത്തിനുള്ളിൽ ഈ ഏലിയൻസ് നമ്മുടെ എർത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ശരിക്കും ഏലിയൻസ് എർത്തിലുണ്ട്. കാരണം വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈജിപ്തിലാണ് ഏറ്റവും കൂടുതൽ ഏലിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ എല്ലാരും പറയുന്ന ഏലിയൻസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ആക്ച്വലി ഏലിയൻസ് മുമ്പുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് ഏരിയ 51 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അത് ഗവൺമെന്റ് അവർക്ക് നോ എൻട്രി ആണ് കൊടുത്തേക്കുന്നത്. അമേരിക്കയിലൊന്നും എനിക്ക് അറിയില്ല. ഒരു കുറച്ച് ഏക്കർ ഏരിയ 51 അവരുടെ സ്പേസ് ഷിപ്പ് വന്നേക്കുന്നത് അവിടെ സ്പേസ് ഷിപ്പ് വന്നേക്കുന്നത് അവിടെയാണ്. ഇപ്പൊ പണ്ട് പുരാതന കാലത്ത് ഈ മമ്മീസ് ഒക്കെ വെച്ചേക്കുന്ന ആ ടെമ്പിളില്ലേ, ഈ ഒരു പിരമിഡ്, അതൊക്കെ ഇപ്പോഴും എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. കാരണം എന്താ, അത് ഏലിയൻസ് ആണ് ഉണ്ടാക്കിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ്സ് ആണ് ഉള്ളത്. ഏലിയൻസിന്റെ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളത്. പിന്നെ ലോകത്തിലെ കുറച്ച് അത്ഭുതങ്ങളില്ലേ, ഈ താജ്മഹൽ ഇത് കാര്യങ്ങളൊക്കെ, അതൊക്കെ ഏലിയൻസ് കുറച്ചൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെരിഞ്ഞു പോയിട്ടില്ലേ, അത് ഏലിയൻസിന്റെ ഷിപ്പ് ഒന്ന് തട്ടി ചെരിഞ്ഞു പോയതാ. അങ്ങനെ അങ്ങനെ ഈ മമ്മി എന്ന് പറയുന്ന സംഭവം മമ്മിയല്ല, ശരിക്കും അതിൻ്റെ ഉള്ള ഏലിയനാണ്. ഇവര് ഇത്ര വർഷം കഴിയുമ്പോ ഈ പിരമിഡ് ഉണ്ടല്ലോ, കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതിങ്ങനെ തുറക്കും. ഇവർക്കൊരു വർഷം ഉണ്ട്. ഇത്ര വർഷം കഴിയുമ്പോൾ ഈ പിരമിഡ് തുറന്നിട്ട് അതിനുള്ളിൽ നിന്ന് ഏലിയൻസ് എല്ലാവരും വന്നിട്ട് നമ്മളെല്ലാവരും ഭരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഏരിയ 51 എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ അവിടെ ഏലിയൻസും അപ്പൊ നമ്മുടെ റൗണ്ടിന്റെ നമ്മുടെ ഗെയിമിന്റെ ലാസ്റ്റത്തെ റൗണ്ട് ആയിരുന്നു. സത്യം പറഞ്ഞ തൊണ്ട വലിയ അതിനകത്ത് ഇനി സാധനങ്ങളുണ്ട്. ഇനി കിടന്ന് അടയ്ക്കാൻ വയ്യ സത്യം. അതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ ഈ റൗണ്ട് വെച്ചിട്ട് ഇവിടെ നിർത്തുള്ളൂ ഗൈസ്. ഈ റൗണ്ടിലെ വിന്നർ ആരാണെന്നുള്ളതും ക്രൂ പറയുന്നില്ല. നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യുക ആരാണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ സോ ഗൈസ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ.